ഇന്നെന്താ കഴിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് കഴിക്കുമെന്ന് നോക്കിയിട്ട് എന്താ കഴിക്കുമെന്ന് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് കഴിക്കണമെന്ന് നോക്കിയാലേ എനിക്ക് തോന്നുന്നേ എല്ലാ ദിവസവും ബന്ന് അങ്ങനെ ബന്ന് തിന്നാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ബന്ന് തിന്നുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മനുഷ്യന്? ബന്നിൻ്റെ വണ്ടി തന്നെ എൻ്റെ വീടിന് ഫ്രണ്ട് വശത്ത് മറിഞ്ഞ ഇല്ലല്ല. എനിക്ക് ബന്ന് തിന്ന് മടുത്തിരിക്കുന്ന ആളാണ്. എനിക്ക് ബന്നൊന്നും വേണ്ട. ഞാൻ മിക്കവാറും വൈകുന്നേരം ബർഗറാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഈ ബന്ന് വാങ്ങിച്ചിട്ട് അതേ ബർഗർ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. അല്ല, വൈകിട്ടത്തെ ഫുഡൊക്കെ മിക്കവാറും അതൊക്കെ തന്നെയാണ്. ഇപ്പം രാവിലെ എന്ത് കഴിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ബന്ന് മാത്രമേ ഉള്ളൂ ഇന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെന്താ കഴിക്കാൻ ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല. അതാ ചിന്തിക്കുന്നത്, എന്താ കഴിക്കുന്നേ? രാവിലെ ചോറ് കഴിക്കാൻ പറ്റുമോ? അത് ശരിയാണോ? രാവിലെ ചോറ് കഴിച്ചിട്ട് ചോറുണ്ടല്ലോ ശരിക്കും ഞാൻ ഒരു രാവിലെ ഉച്ചയ്ക്ക് 3 നേരം ഒന്ന് ചോറ് കഴിക്കാറുള്ളൂ. ഞാനൊരു വലിയൊരു ആനക്കുട്ടി പോലെ. ഒരേ ഒരു നേരം ഞാൻ ചോറ് കഴിക്കൂ, ഉച്ചയ്ക്ക് ഒറ്റ നേരം. എന്നിട്ട് തന്നെ എനിക്ക് നല്ല വണ്ണമാണ് അല്ലേ? അന്നേരം ഇനി 3 നേരം കൂടി കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ പറയാനുണ്ടോ അല്ലേ സുഹൃത്തുക്കളെ? അന്നേരം അത് വേണ്ട. എന്ത് കഴിക്കും? ഈ റവയൊക്കെ ഇരിപ്പുണ്ട്, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഈ ഒരാളായിട്ട് നമുക്കുണ്ടല്ലോ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ്. വേറൊരാളോടൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഞാൻ നോക്കിയിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങളൊക്കെ എന്താ കഴിക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കില്ലേ? നിങ്ങളുടെയൊക്കെ വൈഫുകളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കിപ്പോൾ എന്തുണ്ടാക്കണം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, ഒന്നാമത് എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനോടൊന്നും അത്ര വലിയ പ്രിയമുള്ള ആളൊന്നുമല്ല. പിന്നെ എനിക്ക് കഴിക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ. എന്താ അവസ്ഥയല്ലേ? കല്യാണം കഴിച്ചേ പറ്റൂ, അല്ലാതെ ഒറ്റയ്ക്കുള്ള ജീവിതം എന്നെ കൊണ്ട് ഭയങ്കര മടുത്തിയാണ് സുഹൃത്തുക്കളെ. എന്നെ കൊണ്ട് പറ്റൂല. ശരി, നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് എന്താ പങ്കുവയ്ക്കുന്നതെന്നല്ലേ? നിങ്ങളോടല്ലാതെ ഞാനിത് ആരോട് പങ്കുവയ്ക്കാനാ? നിങ്ങളോടാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നത് നിങ്ങളോടൊക്കെ തന്നെയാണ്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചെയ്യാം. ഞാൻ ഈ 2026 ഇപ്പം 25-ലല്ലോ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഈ 2025 ഞാൻ കല്യാണം കഴിക്കും. 26 ഉറപ്പാണ്. എന്താ ഉണ്ടാക്കണം? നമുക്ക് ഉണ്ടാക്കട്ടെ. എന്താ ഉണ്ടാക്കാനാ? എനിക്ക് തന്നെ ഒന്നുമേ മനസ്സിലാകുന്നില്ല. വിശക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ എന്നല്ലേ? എനിക്കറിഞ്ഞൂടാ. സുഹൃത്തുക്കളെ, എല്ലാവരും വോട്ടാൻ പറ്റിയത് നിങ്ങളുടെ പാർട്ടിക്കാരൊക്കെ ജയിച്ചോ? എൻ്റെ പാർട്ടിക്കാർ ജയിച്ചു. ഇന്ന് ഞായറാഴ്ച. ഇന്നെന്താ പരിപാടി? പള്ളിയിലൊക്കെ ഒന്ന് പോയാൽ കൊള്ളാം അല്ലേ? ഓക്കെ, ബൈ ബൈ.